وينظرون إلى السماء فوقهم كيف وزينها وما لها من فروج. എന്തേ അവർക്ക് മുകളിലുള്ള ആകാശത്തേക്ക് അവരെന്തേ നോക്കാത്തത്? വിശാലമായ ആകാശമാണ്, തൂണുകളില്ല. വീട് നിർമ്മിക്കണമെങ്കിൽ സിമന്റ് വേണം, കമ്പി വേണം, ഓരോ സാമഗ്രികളും എല്ലാം വേണം. ഇതെല്ലാം നമ്മൾ ഒരുക്ക് കൊണ്ടുവെക്കുന്ന ഓരോ ഉപകരണങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ പടച്ചറപ്പിനതിന്റെ ആവശ്യമില്ല. നോക്കൂ പെങ്ങളെ, നോക്കൂ ഉപ്പ, വിശാലമായ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകള്, അതുപോലെ തന്നെ പക്ഷികള്, ഒരുപാട് ഒരുപാട് തത്തമ്മയെ പോലോത്ത, മയിലിനെ പോലോത്ത ഒരുപാട് ഒരുപാട് സുന്ദരമായ പക്ഷികളെ വാനലോകത്തുകൂടെ വട്ടമിട്ട് പറക്കുമ്പോ ഈ ആകാശത്തിന്റെ അറ്റം എവിടെയാ? അത് നമുക്കാർക്കും അറിയില്ല. അതാണ് രാജാതിരാജനായ തമ്പുരാൻ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു പോയത്. എന്തേ അവർക്ക് മുകളിലുള്ള ആകാശത്തേക്ക് അവരെന്തേ നോക്കാത്തത്? വിശാലമായ ആകാശം, ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങള്, താരാപഥങ്ങള്. ഈ ആകാശം വിട്ടുകിടന്നാലോ ഒരുപാട് ഗ്രഹങ്ങൾ, ചൊവ്വയെ പോലാത്ത, ബുധനെ പോലാത്ത ഒരുപാട് ഒരുപാട് ഗ്രഹങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന ബഹിരാകാശത്തേക്ക് ഓരോ ശാസ്ത്രജ്ഞന്മാരും പറന്നു പോകുമ്പോ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനാരാ? അത് അല്ലാഹുവാണെന്നുള്ളൊരു ബോധം ജീവിതത്തിൽ കൊണ്ടുവരണേ മുഅ്മിനേ. നമുക്ക് 5 നേരമുള്ള നിസ്കാരം ജീവിതത്തിൽ ഇല്ലാതെ പോയി. മഗ്രിബാകട്ടെ, അസറാകട്ടെ, ളുഹറാകട്ടെ, സുബഹിയുടെ ബാങ്ക് കേട്ടാൽ പോലും പള്ളിയിലേക്ക് പോകാൻ മടിക്കുന്ന എന്റെ കൂട്ടരെ, പിന്നെങ്ങനെയാ ജീവിതത്തിൽ ഓരോ ഓരോ ടെൻഷനുകളും ഓരോ ഓരോ വേവലാതികളും വരുമ്പോ അതിന് നമുക്ക് പരിഹാരം അത് അല്ലാഹുവാണ്. ഏറ്റവും വലിയ ഡോക്ടർ ആരാ? അത് അല്ലാഹു മാത്രമാണ്. രാജാതിരാജനായ തമ്പുരാൻ ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോ ഇതെല്ലാം നൽകിയത്, ജീവിതത്തിൽ അനുഗ്രഹം നൽകിയത് അത് അല്ലാഹുവാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളൊന്ന് ആദ്യം എടുത്തു നോക്കിയാൽ, ഒരു കുതിരയെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, കുതിരക്ക് എല്ലാ കഴിവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു എല്ലാം നൽകിയിട്ടുണ്ട്. സ്പീഡിന് സ്പീഡ്, അതുപോലെ തന്നെ കുതിരക്ക് വേണ്ടിയുള്ള ഭംഗി അത് അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ കുതിരക്ക് ഒരു കാര്യം അല്ലാഹു നൽകിയില്ല, കൊമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല കുതിരക്ക് നൽകിയില്ല. എല്ലാ കാര്യവും കുതിരക്കുണ്ട്. പക്ഷെ രാജാതിരാജനായ തമ്പുരാൻ കുതിരക്ക് കൊമ്പ് നൽകിയില്ല. ഇങ്ങനെ ഓരോ ഓരോ ജീവികളെ നമ്മൾ എടുത്തു നോക്കിയാൽ, ഓരോ ജീവികളെയും നമ്മൾ എടുത്തു നോക്കിയാൽ, ആനയെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിന് ബുദ്ധി കുറച്ച് കുറവാണ്. ആനയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യനും കൂടെ ജീവിക്കൂല. ആനയ്ക്ക് ആനയുടെ വലിപ്പം എത്രയാണെന്ന് അറിഞ്ഞാല് ആന ഇവിടെ ഒരു മനുഷ്യനെയും ബാക്കി വെക്കില്ല. അങ്ങനെ ഓരോ ജീവികളും ഓരോ രീതിയിലാണ്. അങ്ങനെ ഓരോ ജീവികളും ഓരോ സൃഷ്ടിപ്പും ഓരോ രീതിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത്, അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നോക്കി ജീവിച്ചാൽ പിന്നെ പരിഹാരം നമുക്ക് കിട്ടുമോ? അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയോ? പൂർവ്വസൂരികൾ അങ്ങനെയായിരുന്നു. മഹാനായിരുന്ന ജാഫർ റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ നടന്ന് 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 തന്റെ കാലിന് വല്ലാതെ വ്രണം ബാധിച്ചു. അന്നത്തെ വിശ്വക്കരന്മാർ, അന്നത്തെ ഡോക്ടർമാരുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് ഡോക്ടർമാരോട് കാര്യം പറഞ്ഞു കൊടുത്തു. ഡോക്ടർമാർ പറഞ്ഞു തന്റെ കാല് മുറിച്ചു മാറ്റണമെന്ന്. അങ്ങനെ കാല് മുറിച്ചു മാറ്റി കാലിൽ കാണണമെന്ന് ജാഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയോ, കാലിന്റെ സന്നിധിയിലേക്ക് ജാഫർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് കാലിനോട് പറഞ്ഞു, അല്ല കാലേ, ഇത്രയും കാലമേ നിനക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുള്ളൂ. അല്ലാഹുവേ നിനക്കാണ് അഖിലസ്തുതിയോ. അൽഹംദുലില്ലാഹ്, നിനക്കാണ് അഖിലസ്തുതിയോ. നീയല്ലാതെ ഈ ഏകനാരാണ്? അല്ലാഹുവിന്റെ സ്തുതി പറയുന്ന ജാഫർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരേ ഒരു കാര്യമാ, പെങ്ങളെ എത്ര അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകിയാലും മതിയാകില്ല. പിന്നെ റബ്ബിനോട് തേട്ടമാ, തന്നതിനോ നന്ദിയില്ല, തന്നതിനോ നന്ദിയില്ല. എന്നിട്ട് റബ്ബിനോട് പിന്നെയും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, കൽബിൽ ഈമാന്റെ പ്രകാശം വേണ്ടേ? തഖ്വ വേണ്ടേ? ഇഖ്ലാസ് വേണ്ടേ? ആത്മീയത വേണ്ടേ?
ഇങ്ങനെയായാലേ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാ പ്രിയപ്പെട്ടവരെ മോന് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, ഭാര്യക്ക് സുഖമില്ല, മാതാപിതാക്കൾക്ക് സുഖമില്ല. ഓരോ കുടുംബത്തിലെയും ഓരോ ആളുകൾക്ക് ഇന്ന് രോഗമാണ്. പടച്ചറപ്പേ, ഓരോ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. മാരാരോഗങ്ങൾ പിടിപെടുകയാണ്. ഞാൻ പത്രമാധ്യമങ്ങൾ വായിച്ചു, കോഴിക്കോട് ഈ വെള്ളത്തിൽ, അതായത് ജലത്തിൽ വൈറസ് പിടിപെട്ടു എന്ന്. സുബ്ഹാനല്ലാഹ്. ഓരോ രോഗങ്ങൾ, ഡെങ്കിപ്പനിയൊക്കെ ഇവിടെ വന്നു ചേർന്നു. ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് കേരളക്കരയിൽ മരിച്ചുപോയത്, എത്ര പേരാണ് ഇല്ലാതെയായത്. ഇതെല്ലാം മാറണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്താലേ അള്ളാഹു അതിനൊരു ഉത്തരം നൽകുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആത്മീയത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നാൽ, അള്ളാഹുവിലേക്ക് നമ്മളൊന്ന് കരമുയർത്തിയാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു നമ്മളുടെ ദുആയിനെ അള്ളാഹു തട്ടിക്കളയൂല, അള്ളാഹു മടക്കി അയക്കൂല. റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന പൂർവസൂരികളായ ആളുകള്, ശംസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കലേക്ക് അവിടുത്തെ പ്രദേശ നിവാസികൾ കടന്നു വരികയാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് കറാമത്താണ്. അവര് ചെയ്തു പോയ ആത്മീയമായ ഒരു ബന്ധം അല്ലാഹുവിലേക്ക് അടുത്തത് കൊണ്ടാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അന്നത്തെ ആളുകള് പാലക്കാട് നിവാസികളെ കണ്ണിയത്ത് ഉസ്താദിന്റെ സമിതത്തിലേക്ക് കടന്നു വരികയാണ്. ഉസ്താദേ, മഴയില്ല, അലക്കാൻ വെള്ളം വേണോ, കുളിക്കാൻ വെള്ളം വേണോ, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങൾക്ക് ഓരോന്നും ചെയ്യാനോ വെള്ളം വേണം ഉസ്താദേ എന്ന് ഉസ്താദിനോട് പറയുന്ന പ്രദേശ നിവാസികള്, ഉസ്താദ് അവിടുന്ന് കരമുയർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാണ്. രാജാതിരാജനായ അല്ലാഹുവേ, നീ മഴ പെയ്യാതെ കണ്ണിയത്ത് ഈ സീറ്റിൽ നിന്ന്, ഈ ഇരിപ്പിടത്തിൽ നിന്ന്, ഇവിടെ നിന്ന് കണ്ണിയത്ത് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. ഇതായിരുന്നു നമ്മുടെ പൂർവസൂരികള്. കറാകത്ത് ചെയ്തില്ല പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാബ് പോലെ ജീവിതത്തിൽ ചെയ്തു പോയില്ല എന്റെ പെങ്ങളെ. അന്യന്റെ വീട്ടില് സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോഴോ മതിൽ ചാടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന എന്റെ ഉപ്പ, എന്റെ സഹോദര, അവളുടെ മഞ്ചു കണ്ടിട്ട്, അവളുടെ അഴക് കണ്ടിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോ, പീഡനത്തിൽ ഏർപ്പെടുമ്പോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, എത്ര ബാറിന്റെ മുന്നിൽ ക്യൂ നിന്നാല്, എത്ര തോന്നിവാസത്തിന് എന്റെ കൂട്ടരെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കേണ്ടതുണ്ട്. ആര് കാണാന്? നാട്ടുകാർ കാണൂലല്ലോ, അതുപോലെ തന്നെ വീട്ടുകാർ കാണൂലല്ലോ, ഉപ്പ കാണൂലല്ലോ, ഭാര്യ കാണൂലല്ലോ, അയൽവാസി കാണൂലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നിവാസത്തിനോ മുസ്ലിം സമുദായത്തിലെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കേണ്ടത്, അല്ലാഹു ഇത് കാണുന്നില്ലേ, സിട്ടാവ് ഇത് കാണുന്നില്ലേ എന്നൊരു ബോധം വന്നാൽ പിന്നെ സുഖകമായ ജീവിതമാ, പരലോകത്ത് രക്ഷയാ, ബാഴ്സറായിലെ രക്ഷയാ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ കൂട്ടരെ 4 ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് കടക്കാൻ പറ്റൂല. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഏതാ? നിന്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചെന്റെ പ്രിയപ്പെട്ടവരെ? നിന്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ, നമുക്ക് നമ്മെ കുടുംബത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നു, ഒരുപാട് 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 വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് ടൈം പാസ്സാണ്, എല്ലാം ടൈം പാസ്. ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളും ഹൈദരാബാദിന്റെയും ചെന്നൈന്റെ തെരുവോരങ്ങളിലേക്ക് പബ്ബിലേക്ക് കയറിയിട്ട് സ്വഭാവം എങ്ങനെയാണ്? എല്ലാ ആഴ്ചയിലും പണം സ്വരൂപിച്ച്, എല്ലാ ആഴ്ചയിലും പണിയെടുത്ത് പണം സ്വരൂപിച്ച് പബ്ബിലേക്ക് പോകും ശനിയാഴ്ച.
നടുപ്പ് നലിച്ചു നോക്കൂ. ഇവിടെ തട്ടമിട്ട പെണ്ണുണ്ട്. പണ്ടത്തെ കാലമല്ല, ഇന്ന് തട്ടമിട്ട പെണ്ണും പബ്ബിലേക്ക് കയറി ചെല്ലുന്ന ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പബ്ബിലേക്ക് കയറി ചെന്നിട്ട് ശനിയാഴ്ച പിന്നെ കൂത്താടുകയാണ്. ശനിയാഴ്ച കൂത്താടിക്കൊണ്ട് ഞായറാഴ്ച പിന്നെ ലീവാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നുറങ്ങും. രാത്രിയാണ് ഇവരുടെ പരിപാടി. ഒരു 10 മണിക്കല്ലെങ്കിൽ 12 മണിക്ക് തുടങ്ങിയാൽ രാവിലെ 4 മണിയും 3 മണിയും വരെ ഇവർ പബ്ബില് തിമിർത്താടുകയാണ്. ലഹരി കഴിച്ചിട്ട് ലഹരിയിൽ ഇങ്ങനെ തിമിർത്താടുന്ന പെണ്ണിനെ പിടിക്കാനോ അതുപോലെ തന്നെ ഓരോന്നിനായിട്ട് ഓരോ വൃത്തികേടുകൾ ചെയ്യാൻ വേണ്ടി കിട്ടും. ഒരു ടൈം പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പൂർവ്വസൂരികൾ എത്ര പേര് ഒരുപാട് കാലം ജീവിച്ചവരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം എത്ര കാലം ജീവിച്ചതാണ്? 950 വർഷം കാലം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ആത്മാവിന്റെ മാലാഖ കടന്നു വരികയാണ്. ആത്മാവിന്റെ മാലാഖ കടന്നു വന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കുന്ന നേരത്ത് നൂഹ് നബിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നബിയേ, അങ്ങ് ഇത്രയും കാലം ജീവിച്ചോ? അങ്ങ് ദുനിയാവിനെ കുറിച്ചിട്ട് എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത്? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒന്നും പറയാനില്ല. കാരണം ഒരു വീട്ടിൽ ഒരു വിരുന്നുകാരൻ, അല്ലെങ്കിൽ നാം ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചതുപോലെയാണ്. ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നു, ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെയാണ്. ആദ്യം ഒരു വാതിലിലൂടെ കടന്നു, പിന്നെ മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നത് പോലെയാണ് ദുനിയാവിലെ അവസ്ഥ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ആത്മാവിന്റെ മാലാഖയോട് പറയുകയാണ്. അരിച്ചു നോക്കൂ, ഇതൊക്കെയാണ് ദുനിയാവ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ആയുസ് നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. അതാണ് നമ്മുടെ ടൈം പാസ്. നമുക്ക് എവിടെയും നേരമില്ല, നിസ്കരിക്കാൻ നേരമില്ല, പള്ളിയിൽ പോകാൻ നേരമില്ല. ദിക്റിന്റെ മജ്ലിസ് വന്നാൽ അതിലൊന്ന് കൂടിയിട്ട് റബ്ബിന് വേണ്ടിയിട്ട് ഒന്ന് അല്ലാഹു അക്ബർ എന്ന്, അല്ലാഹു വലിയവനാണ് എന്നുള്ളൊരു ദിക്ർ പോലും ചെയ്യാൻ, ഒന്ന് ചൊല്ലാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കാകുന്നില്ല. പണ്ടുള്ള വീടുകളിലെല്ലാം ഇത് തന്നെയായിരുന്നു. മജ്ലിസുൻ നൂറും അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും മൗലിദുകളും നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതില്ലാതെ പോയി. അതല്ലേ അല്ലാമ ഇഖ്ബാലിന്റെ കാവ്യശലകങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പറയുകയാണ് ദുനിയാവിനെ കുറിച്ചിട്ട്. ജിന്ദഗി ഇൻസാനി കി ഹേ മാനന്ദ ഉഷ്ണവാ സാഗ് പർദേട്ടാ കോയി ചംചഹായാ ഉഡ് ഗയാ. ഒരു പറവ, ഒരു പക്ഷിയെ ഒരു വൃക്ഷത്തിന്റെ ചില്ലയിലേക്ക് പാറി പറന്നു വന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൂളിപ്പാട്ട് പാടിയിട്ട് പറന്നു പോകുന്നത് പോലെയാണ് ദുനിയാവിലെ അവസ്ഥ എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ കാവ്യ തല്ലചങ്ങങ്ങളിലൂടെ നമ്മളൊന്ന് ജീവിതയാത്രയൊന്ന് നടത്തി നോക്കിയാൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉമ്മ, കിട്ടുന്ന സമയം അത് അല്ലാഹുവിന് വേണ്ടിയിട്ട്, ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കല്ലേ. ദുനിയാവിലെ ആഡംബരത്തിന് വേണ്ടിയിട്ട് ജീവിക്കല്ലേ. ദുനിയാവിലെ ആഭാസത്തിന് വേണ്ടിയിട്ട് ജീവിക്കല്ലേ. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ ഉമ്മമാര് എനിക്ക് സന്തോഷം വരിക. കാരണം എന്തേ, ഒരുപാട് ഉമ്മമാരുണ്ട്. പ്രഭാഷണ വേദി വന്നാൽ പ്രഭാഷണ സദസ്സിലേക്ക് കയറി വരൂല, ദിക്റിന്റെ സദസ്സിലേക്ക് കയറി വരൂല, സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കയറി വരൂല. ഇങ്ങനെ ടിവിയില് ഇങ്ങനെ IPS IAS അവരെങ്ങനെ ആകുന്നു, അവർ IPS ആകോ അല്ലെങ്കിൽ IAS ആകോ എന്നൊക്കെ നോക്കിയിട്ട് സീരിയലില് നടിമാരെയും നടന്മാരെയും പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. എന്നാൽ പുളിക്കൽ എന്ന പ്രദേശത്തെ ഉമ്മമാര് അങ്ങനെയല്ല. ഇവിടെ ഒരു പ്രഭാഷണ സദസ്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, രാജാതിരാജനായ അല്ലാഹ് റബ്ബേ, ഇതെല്ലാം നീ കാണുന്നുണ്ട്, ഹൈറ് നൽകണേ അല്ലാഹ്, ജീവിതത്തിലെ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കുടുംബത്തിലെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ.
എത്രയോ ഉമ്മമാർ തട്ടമിട്ടുകൊണ്ട് ആടിപ്പാടുന്ന ഓരോ റിയാലിറ്റി ഷോകളിലും ഓരോ രീതിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചിന്ത വരണ്ട മുമ്പിനെ തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു വീണതാണ്. അന്ന് പാപമില്ല, കളങ്കമില്ലാത്ത ഹൃദയമാണ്. ഒരു തെറ്റുപോലും നമ്മൾ ചെയ്തിട്ടില്ല, ഒരു തെറ്റുപോലും നമ്മുടെ ഹൃദയത്തിലില്ല. അല്ലാഹുവിന് ഏറെ ഇഷ്ടമാ. പക്ഷേ ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നത് എങ്ങനെയാ? കരഞ്ഞുകൊണ്ടാ. നമ്മൾ പോകുമ്പോ ചിരിച്ചു പോകേണ്ടതുണ്ട്. നമ്മൾ കരഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ബന്ധപ്പെട്ടവർ, അയൽവാസികൾ ചിരിക്കുന്നുണ്ട്. അവര് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞിരുന്നു. ഇവനെ, ഈ മോനെ അല്ലെങ്കിൽ മോള് ഇന്ന ആളെ പോലുണ്ട്, ഉമ്മയെ പോലെ തന്നെ ഉണ്ട്, വാപ്പയെ പോലെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് കുശലങ്ങൾ ലേബർ റൂമിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന എന്റെ ഉമ്മ ഒരു കവി ഇങ്ങനെ പാടുകയാ. കുടി ജനിക്കുന്ന നേരത്തോ കുടി മരിക്കുന്ന നേരത്തോ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത എന്ന് ആത്മീയ കവിയെന്ന് പേര് പറ്റ പൂന്താനത്തിന്റെ കാവ്യചലകങ്ങളിലൂടെ, കാവ്യ തന്നചകങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു നീങ്ങിയ പെണ്ണേ എന്റെ ഉപ്പ, ജീവിതം നമ്മൾ ദുനിയാവിന് മാറ്റിവെക്കൂല, ദുനിയാവിന് മാറ്റിവെക്കൂല. അഥവാ നമുക്ക് ഒരുപാട് കാലം ജീവിതമുണ്ടോ, അതിന് നമുക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട് മടങ്ങണം, സൃഷ്ടാവിന് വേണ്ടിയിട്ട് മടങ്ങണം, എന്നിട്ട് റബ്ബിന് വേണ്ടിയിട്ട് മടങ്ങണം. നമ്മൾ വിചാരിക്കും ഒരു വയസ്സാകുമ്പോ അല്ലെങ്കിൽ വൃദ്ധനാകുമ്പോ, ഒരു പടു കിളവനാകട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വെല്ലിപ്പൊക്കെ ആകുമ്പോ ഒന്ന് വടിയൊക്കെ കുത്തി പിടിച്ച് നടക്കുമ്പോ വീട്ടിലിരുന്ന് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലാന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് എപ്പോഴാ സമയം, എപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ജീവിതത്തിനൊരു വിരാമം കുറിക്കുമ്പോ, ജീവിതത്തിനൊരു അസ്തമയം കുറിക്കുമ്പോ, ഒരു സമയത്തിന് വേണ്ടിയിട്ട് രാജാതിരാജനായ തമ്പുരാനോട് കേണപേക്ഷിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരു സമയം പോലും തരില്ല, അല്ലാഹു ഒരു മിനിറ്റ് പോലും തരില്ല. അല്ലാഹു നമുക്ക് ആയുസ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ആയുസ് നൽകട്ടെ. അല്ലാഹു ഒരു മിനിറ്റ് പോലും അല്ലാഹു ബാക്കി വെക്കൂല, ബാക്കി വെക്കൂല. അല്ലെ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത്, അഹ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി കാലയളവ് അത് 40-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് മദീനയുടെ രാജകുമാരനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നാട്ടിൽ ഒരു അപകടമുണ്ടായേ. ആ നാട്ടിൽ അപകടമുണ്ടായപ്പോ ഒരു കുടുംബത്തിലെ കുഞ്ഞുമക്കളാണ് അവിടെ നിന്ന് ഇല്ലാതെയായത്. ഒരു ഉമ്മയാണ്, ഒരു ഉപ്പയാണ്, ഒരു കുടുംബത്തിലെ ഓരോ ആളുകളും ഇല്ലാതെയായത്. ഒരേ സമയം 4-3 മയ്യത്ത് ഒപ്പരം വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹല്ലത്തിൽ നിന്ന് യാത്രയേക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ആക്സിഡന്റ് ആണ്. റബ്ബേ, അല്ലാഹുവേ, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. എപ്പോഴാ പറയാൻ പറ്റൂല, പക്ഷെ അല്ലാഹു അപകടത്തെ തൊട്ട് കാക്കട്ടെ, അല്ലാഹു അപകടത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം. ആര് ദുആ ആണ് അല്ലാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റൂല, ആര് ദുആ ആണ് അല്ലാഹു കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രദേശവാസികളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാജാതിരാജനായ തമ്പുരാന് നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നാളെ ചോദിക്കുമ്പോ എന്ത് മറുപടിയാ പറയാൻ പറ്റുക? എന്താ പറയാൻ പറ്റുക? അവൾ ഇങ്ങനെ ഉടുത്ത് കളിച്ചിട്ട് നടന്നപ്പോ അവളെ കണ്ട് അഴക് തോന്നിയിട്ടാണോ അവളപ്പുറം പോയത്? അവളുടെ മുഞ്ച് കണ്ടിട്ടാണ് അവളുടെ പിന്നാലെ പോയതെന്ന് നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂല മുമ്പിനെ, പറ്റില്ല. എല്ലാവരും നെട്ടോട്ടം ഓടുന്ന മനുഷ്യരാ, എല്ലാവരും ഉടുതുണിയില്ലാതെ വസ്ത്രമില്ലാതെ നടക്കുന്ന മനുഷ്യരാ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നാളെ അല്ലാഹുവിന്റെ സദസ്സില്, അല്ലാഹുവിന്റെ അടുക്കല്, നാളെ അല്ലാഹുവിന്റെ ദർബാറില്
കടന്നു ചെല്ലുമ്പോ നബിയേ അവിടെ എല്ലാവരും നഗ്നരായിട്ടാണെന്ന് പറഞ്ഞല്ലോ. ആണില്ല നബിയേ, പെണ്ണില്ല നബിയേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ഔറത്തിലേക്ക് നോക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയിഷ ഇല്ല ആയിഷ, ഒരു പെണ്ണ് ആണിന്റെ ഔറത്തിലേക്കോ ആണ് ഒരു പെണ്ണിന്റെ ഔറത്തിലേക്കോ ആയിഷ നോക്കില്ല ആയിഷ. സമയമില്ല ആയിഷ. ദുനിയാവിന്റെ പളപളപ്പില് ആഡംബരത്തിന് ജീവിച്ചവരാ അവരുണ്ടാകുക, അഭിലാഷത്തിന് വേണ്ടിയിട്ട് ജീവിച്ചവനാ അവരുണ്ടാകുക. 1 കോടിയോ 2 കോടിയോ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ ലോക്കറിലേക്ക് കൊണ്ടുവെക്കുമ്പോ അന്നന്റെ വീട്ടില് പട്ടിണി കിടക്കുന്ന ഒരു ഉമ്മാക്കൊരു കുടുംബത്തിന് ഏതെങ്കിലും നേരം ഒരു ദാനധർമ്മം നൽകാൻ പോലെ മടിക്കുന്ന ആളുകളുള്ള മത്സരാ എല്ലാ ആളുകളും ഉണ്ടാകും. പക്ഷേ അവർക്ക് കിട്ടുന്നത് സ്വർഗമാണോ അതോ നരകമാണോ? എന്താ കിട്ടാന്നറിയില്ല ആയിഷ. ആ നേരത്ത് ആർക്കാണ് മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കാൻ പറ്റുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമതായിട്ട് ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, നിന്റെ യുവത്വ കാലഘട്ടം എങ്ങനെ ജീവിച്ചു? നിന്റെ യുവത്വ കാലഘട്ടം നീ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? കൗമാരപ്രായമുണ്ടായിരുന്നു. ഒരുപാട് കൗമാരപ്രായങ്ങളും യുവത്വ കാലഘട്ടത്തിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ, താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞുമക്കൾ, ബാലന്മാർ, കൗമാരക്കാർ, യുവത്വ കാലഘട്ടത്തിലെത്തിയവര്, വയോവൃദ്ധന്മാർ, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഓരോ ഘട്ടത്തിലാണ് കൗമാരപ്രായക്കാരില്ലേ ഈ സദസ്സില്, ചില കുഞ്ഞു ബാലന്മാരില്ലേ ഈ സദസ്സില്, ഒരുപാട് യുവത്വത്തിന്റെ പ്രസരിപ്പില് ജീവിക്കുന്ന ഒരുപാട് യുവാക്കളും യുവതികളോ ഈ സദസ്സില്ലേ, വൃദ്ധന്മാരായ ആളുകളുമില്ലേ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, തന്നെ യുവത്വ കാലഘട്ടത്ത് നീ എങ്ങനെ ജീവിച്ചു? കൗമാരപ്രായകാലത്ത് നമുക്ക് ഉശിരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ശക്തി ഉണ്ടായിരുന്നു, എല്ലാം ചെയ്യാനുള്ള ഒരു സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നു. വെറുതെ ആകുമ്പോ അല്ലേ നമ്മൾ പറയാം, ഇത് നടക്കാൻ കഴിയില്ല, കയ്യിന് സുഖല്ല, കാലിന് സുഖല്ല, നെഞ്ഞിന് സുഖല്ല, തൊണ്ടയ്ക്ക് സുഖല്ല, കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ മങ്ങലിച്ചു, പള്ളിയിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. പള്ളിയിലേക്കൊന്നും പോകണ്ട, കാരണം എനിക്ക് നടക്കാൻ കഴിയില്ല. അത് വാർദ്ധക്യ കാലഘട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഉശിരുള്ള കാലഘട്ടം അത് അല്ലാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കലാണ്. അർശിന്റെ തണലിൽ ലഭിക്കുന്ന 7 ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായിട്ട് പറഞ്ഞത് ശബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, തന്റെ യുവത്വ കാലഘട്ടം അല്ലാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചവനെ, നിനക്ക് അല്ലാഹുവിന്റെ ദർബാറില് ഒരു വെയിൽ ഉണ്ടാകില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ചുട്ടുകൊള്ളുന്ന മത്സര, ഒരു ചാൻ മുകളെ കത്തിച്ചൊളിക്കുന്ന സൂര്യന്റെ താഴെ നിന്നുകൊണ്ട് നമ്മള് ഉരുകിത്തീരുന്ന അവസ്ഥ, അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത മത്സര. ആ മത്സരായില് അല്ലാഹുവിന്റെ റസൂല് പറയാ, കൂട്ടരെ രണ്ടാമതായിട്ട് ആരാ? വശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് തന്റെ യുവത്വ കാലഘട്ടം മാറ്റിവെച്ചവരെ, നിനക്ക് നാളെ അർശിന്റെ തണലുണ്ട്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? നാട്ടിലൊരു പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോ, മതപ്രഭാഷണ പരിപാടികൾ ഉണ്ടാകുമ്പോ ഉശിരോടെ ഊർജ്ജസ്വലരായിട്ട് നല്ല ആവേശത്തോടെ സംഘടനകൾക്ക് വേണ്ടിയിട്ട് തന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്ന ഒരുപാട് കൂട്ടുകാര് നമ്മുടെ നാട്ടിലുണ്ടായേക്കാം. പക്ഷേ അത് അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചിട്ടായിരിക്കണോ? രാത്രിയല്ല, പരിപാടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും മുറിയിലേക്ക് കടന്നു ചെന്നിട്ട് മദ്യം കഴിക്കാൻ എന്ന പേരില് പ്രബോധനം നടത്തിയാല്, പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയാല് അല്ലാഹു കൂലി തരില്ല കേട്ടോ. അല്ലാഹുവിന്റെ കാരുണ്യം ഹൃദയത്തിൽ ഉണ്ടാകില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, യുവത്വ കാലഘട്ടത്തിൽ നമുക്ക് ഓരോന്നും തോന്നേക്കാം. ആത്മഹത്യ ചെയ്താൽ
യുവത്വത്തിന്റെ പ്രസരിപ്പില് അന്യ പെണ്ണിനെ കാണുമ്പോ നമുക്ക് തോന്നുന്ന കാമവും അതുപോലെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങളല്ല. ഇതെല്ലാം കൂടിച്ചേരുമ്പോ പ്രണയത്തിന്റെ പേരിൽ നമ്മൾ ആത്മഹത്യയിലേക്ക് കടന്നു ചെല്ലുകയാണ്. കൊലക്കയറി നമ്മുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇട്ടുവെക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഏത് പെണ്ണിന് വേണ്ടിയിട്ട്? ഏതൊരു എത്തിക്ക് വേണ്ടിയിട്ട്? ഏതൊരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്? ഏതൊരു സഹോദരന് വേണ്ടിയിട്ട്? എന്തിനാണ് ഈ പ്രണയം? എന്തിനാണ് ഈ സ്നേഹം? ഇങ്ങനെ ആത്മീയതയിലേക്ക് കടന്നു ചെല്ലുന്ന യുവാക്കളെ, എൻ്റെ യുവതികളെ, തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചെന്നു തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയോ എന്ന് വള്ളത്തോളിന്റെ കാവ്യശലകങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എന്തേ പറയുന്നത്? തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചെന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയോ. കവിയുടെ ആ കവിതയിലൂടെ ഒന്ന് യാത്ര ചെയ്തു പോയാൽ പണ്ടുള്ള വിദ്യാലയങ്ങള് പള്ളിക്കുടങ്ങളിലേക്ക് വേഗല്ല നമ്മളെ തോളത്ത് ഇട്ടുകൊണ്ട് കടന്നു ചെല്ലുകയാണ് നമ്മൾ ചെയ്യാറ്. അവിടെ ഇരുന്നിട്ട് പഠിക്കാറുണ്ട്. വീട്ടിലേക്ക് കടന്നു വന്നാൽ ഉമ്മറത്ത് ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായേക്കാം, ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായേക്കാം. പക്ഷേ ഇന്നതല്ല പെണ്ണേ, പണ്ട് നമ്മള്, എന്റെ പെങ്ങളെ, എന്റെ യുവാവേ, പണ്ട് പാടവരമ്പത്ത് കൂടെ പീപ്പളി ചുറ്റിയിട്ട് നമ്മൾ പാടി കളിച്ച ഒരു കാലമുണ്ടായിരുന്നു. കോട്ടി കളിച്ച കാലമുണ്ടായിരുന്നു. മണ്ണപ്പം ചുട്ട കാലമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയും കോലും കളിച്ച കാലമുണ്ടായിരുന്നു. പൊട്ട് തൊട്ട കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണു കെട്ടിയിട്ട് കളിച്ച കാലമുണ്ടായിരുന്നു. പിച്ച എന്ന് പറഞ്ഞിട്ട് കളിച്ച കാലമുണ്ടായിരുന്നു. കക്ക് കളിച്ച കാലമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിനോദങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കുഞ്ഞ് വീട്ടിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്ക് പോയാൽ ആ വിദ്യാലയങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് വന്നാലോ വാപ്പച്ചിയുടെ സ്മാർട്ട് ഫോണാ വേണ്ടത്, ഉമ്മച്ചിയുടെ സ്മാർട്ട് ഫോണാ വേണ്ടത്. എവിടെയാ പ്രിയപ്പെട്ടവരെ, യുവാക്കളും ഇന്നത്തെ ഓരോ യുവതയും എത്തി നിൽക്കുന്നത് സ്മാർട്ട് ഫോണിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇന്റർനെറ്റിന്റെ മാസ്മരികമായ ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലു. നല്ലതിനാണെങ്കിൽ കുഴപ്പമില്ല. വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്തിരി പ്രബോധനം, നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാളിങ്ങോട്ട് അയക്കുമ്പോൾ ഒരു ഹായ് ഹൂയ് എന്നല്ല നമ്മൾ അയക്കട്ടെ. എന്തായിക്കുക? ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയക്കും. അല്ല വേണ്ടത്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ചോക്ക് എന്തൊരു റാഹത്തുണ്ടാകും. ചോക്ക് ഓനക്കും റാഹത്താണ്, നമുക്കും റാഹത്ത്. സലാം അടയ്ക്കാൻ നമുക്ക് റാഹത്ത്. അത് തോഫീക്ക് നൽകട്ടെ. ഇങ്ങനെ സ്മാർട്ട് ഫോണിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് ഓരോ യുവാക്കളും യുവതികളും. ഇന്നൊരു ഗെയിം വന്നിട്ടുണ്ട്, അതിന് പറയാന്ന് പറയാം, ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം. അതിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് ഓരോ ആളുകൾ, ചൈനയിലെ ഒരു യുവാവാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പത്രമാധ്യമങ്ങൾ വിളിച്ചോതിയതായിട്ട് ഞാൻ കണ്ടു. ആലോചിച്ച് നോക്കൂ. ചൈനയിലെ ഒരുപാട് ആളുകൾ ഇതിനൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് കേരളത്തില്, ഇന്ത്യയില് ഒരുപാട് ആളുകൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു സംസ്ഥാനത്ത് നിന്നാണ് സൈക്കിൾ എടുത്തിട്ട് കേരളത്തിലേക്ക് കടൽ കാണാൻ കടന്നത്. അവിടെ കടലിലായിട്ടല്ല, ഒരു ലെവലാണ്. അല്ല, ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ മറ്റൊരു പടി, അത് കഴിഞ്ഞാൽ മറ്റൊരു പടി, ഇങ്ങനെ ലെവല് ഇങ്ങനെ 1, 2, 3 ആയി ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. മാനസികമായിട്ട് മനഃശാസ്ത്രം പഠിച്ച ഒരാളാണ് അദ്ദേഹത്തെ ആ വിദ്യാലയത്തിൽ നിന്ന്, അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ച ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഈ ഗെയിം തരംഗം കൊണ്ട് എത്രയോ ആളുകൾ ആത്മഹത്യയിലേക്ക് കടന്നു ചെല്ലും. ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് എത്തിക്കും. കയ്യിലെല്ലാം എന്തെല്ലോ വരച്ചു വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കേരളക്കരയിൽ 2000-ഓളം പേര് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് ഈ പത്രമാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചോതിയത്. നമ്മുടെ മക്കളെ ആ ചതിയിൽ നിന്ന് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
നമ്മൾ മക്കൾ പറയും എനിക്ക് 5 വയസ്സാകട്ടെ 4 വയസ്സാകട്ടെ മക്കൾ പറയുമ്പോഴത്തേക്കും നമ്മൾ സ്മാർട്ട് ഫോൺ അങ്ങ് കൈ കൊടുക്കലല്ല. അന്ന് വേഗം ഗെയിം കളിക്കാനല്ല നമ്മൾ കൊടുക്കേണ്ടത്. അവരെ നല്ല പാഠം പഠിപ്പിക്കണം. എങ്ങനെ മര്യാദ പഠിപ്പിക്കണം. അവരുടെ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സ്മാർട്ട് ഫോണിന്റെ ചതിയിൽ നമ്മുടെ മക്കളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ നേരെ മൊബൈൽ എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കരുത്. ജനിച്ചു വീണ കുഞ്ഞിന്റെ കയ്യിൽ കുഞ്ഞ് കരയുമ്പോൾ പണ്ടൊക്കെ നമ്മളുണ്ടായിരുന്നു കിലുക്കൊക്കെ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും. കിലുക്കൊക്കെ കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾ ഈ ശബ്ദ തരംഗം കേട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കും. അതായിരുന്നു കുഞ്ഞുമക്കളുടെ കയ്യിൽ നമ്മൾ കൊടുത്തത്. അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നമ്മൾ കൊടുത്തിരുന്നത് മുലപ്പാലായിരുന്നു. ഇത് മുലപ്പാലൊക്കെ പോയി. ഇന്ന് ബേബി വിറ്റൊക്കെ അതിൻ്റെ ആയുസൊക്കെ കഴിഞ്ഞിരിക്കുന്നത് തോന്നുന്നു അല്ലേ? ബേബി വിറ്റൻ്റെ ആയുസൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നു. ഇന്നെന്തൊക്കെയോ എന്തെല്ലോ പേരിൽ ലിഡോയും അതുപോലെ തന്നെ എന്തെല്ലോ പേരിൽ ഇന്ന് ഓരോ ചേരുവകളും ഓരോ പൊടികളും നമ്മൾ ഇന്ന് കലക്കിയിട്ട് നമ്മുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതാണ് റസൂൽ പറഞ്ഞത്, 2 വയസ്സ് വരെയെങ്കിലും നീ നിന്റെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ പെണ്ണേ ഇന്ന് കിഴുക്കമില്ലാതെ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കടന്നു വരികയാ. എന്തിനാ പ്രിയപ്പെട്ടവരെ, ജനിച്ചു വീഴുമ്പോഴേ നമ്മുടെ കുട്ടികളെ നമ്മൾ നാമാവേശമാക്കുന്നത്. അതല്ലേ കുട്ടികൾ വഴിതെറ്റാൻ കാരണോ? കാസർഗോഡ് ജില്ലയിലെ 14കാരനായ ഒരു പൊന്നുമോന് തന്റെ മാതാവിനെ വ്യഭിചരിച്ചപ്പോ ആ പത്രമാധ്യമങ്ങൾ നമ്മൾ വിളിച്ചോതിയപ്പോ ആ വാർത്ത നമ്മൾ കേട്ടനാൾ ഈ അടുത്ത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മായെ കൊലപ്പെടുത്തിയപ്പോ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് കൊലപ്പെടുത്തിയ ഒരു അവസ്ഥ. പെണ്ണേ, ഇങ്ങനെ സ്മാർട്ട് ഫോണിന്റെ ചതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ യുവാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്, യുവതികളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴോ നല്ല രീതിയിലല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് തീരെ അല്ലാഹു ബർക്കത്ത് നൽകില്ല, തീരെ കാരുണ്യം നൽകില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നാളെ അർശിന്റെ തണലുണ്ടെന്ന്. അതുകൊണ്ട് ആ തണല് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം, നാം മുന്നേറണം. നമ്മുടെ ജീവിതം നമ്മളൊന്ന് ചിട്ടപ്പെടുത്തണം. മക്കളൊക്കെ യുവതികളൊക്കെ ഉണ്ടാകും, ഓരോ അവസ്ഥയിലും ഓരോ പരിപാടികളിലേക്കും ഇങ്ങനെ കടന്നു വരും. ഇതിലൊക്കെ സംഗമിക്കും, ഇതിലൊക്കെ വളണ്ടിയറായിട്ട് നല്ല ഉഷാറുണ്ടാവും. അവരുടെ പ്രീതി കാംക്ഷിച്ചിട്ടായിരിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ സുന്ദരമായ ഈ പന്തൽ, സുന്ദരമായ ഈ സ്റ്റേജ്, ഇതൊക്കെ ഇവിടുത്തെ ഒരു പറ്റം ഊർജ്ജസ്വലരായ യുവാക്കളുടെ കഠിനാധ്വാനമാണ്. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. ആലോചിച്ച് നോക്കൂ, അവർക്ക് ഇതിനോടുള്ള ഒരു മുഹബ്ബത്ത്, ഇതിനോടുള്ള ഒരു പ്രേമം അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് അവർ ഇതിനെല്ലാം വേണ്ടിയിട്ട് തയ്യാറായത്. എത്രയോ രാപ്പകലുകൾ കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു രോഗങ്ങളെല്ലാം ശിഫയാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് യുവത്വത്തെ പറ്റിയിട്ട് അല്ലാഹു ചോദിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഏതാ രാജാതിരാജനായ അല്ലാഹു ചോദിക്കുന്നു, നിന്റെ സമ്പത്ത് നിനക്ക് ഒരുപാട് പണങ്ങൾ നൽകിയില്ലേ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, കോടികൾ ഉണ്ടായിരുന്നു, ഹോട്ടൽ ഉണ്ടായിരുന്നു, ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് ഡെവലപ്മെന്റ് നമ്മൾ മുന്നോട്ട് കാഴ്ച വെച്ചതാണ്, ഒരുപാട് നിലയിലേക്ക് നമ്മൾ എത്തിയതാണ്. ആദ്യം ഒരു ദരിദ്രനായേക്കാം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പടി നമ്മൾ കയറിയിട്ട് ഇന്ന് കോടീശ്വരനെയാ. ലോകമറിയുന്ന, രാജ്യമറിയുന്ന, ദേശമറിയുന്ന, ഗ്രാമമറിയുന്ന പണക്കാരനെയാ. പക്ഷേ തന്റെ ഭണ്ഡാരത്തിൽ നിന്ന്, തന്റെ കുറ്റിയിൽ നിന്ന്, തന്റെ അടുക്കലുള്ള സമ്പത്തിൽ നിന്ന് ഒന്ന് ചെവഴിക്കാൻ പോലോ ഇന്ന് തയ്യാറാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, സമ്പത്ത് നീ എങ്ങനെ ചിലവഴിച്ചു? ആ ചോദ്യമൊന്നും ചോദിക്കാതെ, ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. നോക്കെന്നെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നൽകിയ നാഥൻ
രാജാതിരാജനായ തമ്പുരാൻ അള്ളാഹുവിന് കുറഞ്ഞ സമ്പത്താണെങ്കിലും അതിനു വേണ്ട ഒരു ദാനധർമ്മം നമ്മുടെ ഇടയിൽ വേണം. വേണം, അത് അത്യാവശ്യമാണ്. നമ്മുടെ പരലോകത്ത് രക്ഷ വേണം, നമ്മുടെ പരലോകത്ത് നമുക്ക് ഗുണം വേണം. രാജാതിരാജനായ തമ്പുരാന്റെ സവിധത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമുക്ക് വേണം നമുക്ക് ഗുണം വേണം, നമുക്ക് നന്മ ഏറ്റി ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായേക്കാം. ഈ പരിപാടിക്ക് തരുന്ന ആളുകൾ ഉണ്ടായേക്കാം, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്ന ആളുകൾ ഉണ്ടായേക്കാം. അല്ലാഹു അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ, അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടിയിട്ട് എന്ത് കാര്യമാണ്? മകളുടെ വിവാഹം കഴിപ്പിക്കുമ്പോ മകളുടെ വിവാഹത്തിന് നമുക്ക് ആർഭാടമാണ്. ഏസിയുള്ള പന്തല് കെട്ടിയിട്ട് നമ്മൾ ആർഭാടത്തോടുകൂടെ ആർഭാട ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് വേസ്റ്റാക്കി കളയുമ്പോ റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ചോദിക്കോ? അല്ലാഹു ചോദിക്കാതിരിക്കില്ല. ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ 1000 7,000 8,000 10,000 കണക്കിന് രൂപ കൊടുത്തിട്ട് ഓരോ സാരിയോ ഓരോ ചുരിദാരോ ഓരോ രീതിയിൽ ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ കൂട്ടിവെക്കുകയാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. പക്ഷേ എൻ്റെ ഉമ്മ സ്വന്തം അയൽവാസി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പിലോ അല്ലെങ്കിൽ മറ്റ് തൊഴിലിനോ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് പണങ്ങള്, കുറച്ചുള്ള പണം കൊണ്ട് ആ ജീവിതം എങ്ങനെയോ തട്ടിമുട്ടി ജീവിക്കുമ്പോ മകന് തന്റെ വിദ്യാലയങ്ങളിലേക്ക് പോകാൻ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കണോ, ബസ്സിന് പോകാൻ പണം വേണോ, യൂണിഫോം വാങ്ങാൻ പണം വേണോ, എല്ലാ സാമഗ്രികളും വാങ്ങാൻ വേണ്ടിയിട്ട് പണം വേണോ? ഉപ്പയോ ഇല്ല, വാപ്പയോ ഇല്ല. ചിലപ്പോ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടേക്കാം. ചിലപ്പോൾ എത്രയോ ആളുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് കടന്നു പോയവരുണ്ടായേക്കാം. അല്ല, ദരിദ്ര കുടുംബം നയിക്കുന്ന എത്രയോ പേർ. ഇപ്പൊ ഇല്ലാത്തവരാകട്ടെ ഉമ്മയുണ്ടാകും, ഉപ്പയുണ്ടാകും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്രയോ നേരം ഉമ്മയും വാപ്പയും പണിക്ക് പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായേക്കാം. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മളൊന്ന് തെരഞ്ഞു പിടിച്ചിട്ട് അവർക്കാണ് നമ്മൾ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. അതല്ലാതെ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള പണക്കാരനല്ല നമ്മൾ ദാനധർമ്മം നൽകേണ്ടത്. പാവപ്പെട്ടവരെ എവിടെയുണ്ടോ അവരെ നീ സഹായിച്ചാൽ അല്ലാഹു സഹായിക്കുന്നതാണ്. ആരെയല്ല, ധനം കൊണ്ടാകട്ടെ എന്തുകൊണ്ടാകട്ടെ അങ്ങനെ സഹായിച്ചാൽ റബ്ബുൽ ഇസ്സത്തും സഹായിക്കുന്നതാ. അല്ലാഹു ജീവിതത്തിൽ സഹായിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും പറയണ്ട. ജീവിതത്തിൽ അല്ലാഹു ഏറെ നമ്മെ സഹായിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് പിന്നെ എന്ത് വേവലാതിയാ, നമുക്കെന്ത് പിന്നെ ടെൻഷനാ ഉണ്ടാവുക? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അതാണ് മുസ്തഫ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, ഈ സമ്പത്തൊക്കെ നമ്മൾ എവിടെ കൊണ്ടുവെക്കും? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പത്ത് കൊണ്ടുപോവോ? ബാങ്കിന്റെ മുറിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ അക്കൗണ്ടൊക്കെ നിറച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ? നാളെയോ അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഞാനിവിടെ സ്റ്റേജിൽ നിന്ന് എൻ്റെ വയനാട്ടിലേക്ക്, എൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാനും എൻ്റെ ഉസ്താദുമാരത്ത് പോയാൽ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾക്കും അറിയില്ല. അത് അല്ലാഹുവിൻ്റെ മാത്രമേ അറിയൂ. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ്? കുറേ സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മേന്മ നടിച്ചിട്ട് അഹങ്കരിച്ചിട്ട് നമ്മൾ കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാറുണ്ട്. നമ്മുടെ പൂർവികരായ ഒരുപാട് ആളുകൾ അഹങ്കരിച്ചു, പക്ഷെ അവർക്ക് എന്ത് നേടി? അവരൊന്നും നേടിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് അത് അല്ലാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നമ്മൾ നൽകിയാൽ അല്ലാഹു സഹായിക്കുന്നത്. എൻ്റെ ഉമ്മ റമദാൻ ആ മാസം കടന്നു വന്നാൽ വീട്ടിൻ്റെ
ഉമ്മറത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകളില്ലേ, മുഹാജിറുകളില്ലേ, ഒരുപാട് ദാരിദ്ര്യ കുടുംബങ്ങൾ കടന്നു വന്നിട്ട് കുഞ്ഞുമാരെയും എടുത്തിട്ട് അവിടെ നിന്നിങ്ങനെ വന്നുകൊണ്ടിട്ട് യാചിക്കുമ്പോ എന്റെ ഉമ്മ ഒരു 10 രൂപ കൊടുക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഷെരീഫ് എന്ന സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എനിക്കവിടെ കാണാനിടയായി ഒരു ദാരിദ്ര്യ കുടുംബമാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞിനെയോ തന്റെ ഉക്കത്ത് ചേർത്തിട്ട് തന്റെ മാറോട് ചേർത്തുകയാണ്. ഒരു കയ്യില് തന്റെ കൊട്ടയിൽ കുറച്ച് മണ്ണുണ്ട്. ഇങ്ങനെ കുഞ്ഞുമോനെയോ ചേർത്ത് വെച്ചിട്ട് ഈ കൊട്ടയും പിടിച്ചിട്ട് മണ്ണിങ്ങനെ കൊണ്ടുപോയിരുന്ന വല്ലാത്തൊരു രംഗം ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ കാണാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളക്കരയിൽ ഇങ്ങനെ പോലാത്ത ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല എന്റെ മുമ്പില് നാട്ടിലും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഫലസ്തീനിന്റെ തിരുവാരങ്ങളല്ല, ഗുജറാത്തിന്റെ തിരുവാരങ്ങളല്ല, പെരിന്തൽമണ്ണയുടെ തിരുവാരങ്ങളിലേക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്രയോ തീരുന്ന കുടുംബങ്ങളില്ലേ. പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്നിട്ട് ചോര നീരാക്കിയിട്ട് പണിയെടുത്തിട്ട് ആരോ എവിടെയോ ചതിച്ചിട്ട് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രവാസികള് എടുത്ത് ഞാനൊരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് ഞാൻ ചെന്നു. സുബ്ഹാനല്ലാഹ്, പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ഉമ്മായുടെ നീറുന്ന നൊമ്പരത്തിന്റെ വാക്കുകള് കേട്ടിട്ട് എനിക്ക് വല്ലാതെ എന്റെ കരളുരുകിപ്പോയി. എന്തേ ആ ഉമ്മ പറയുന്നു, ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കേണ്ടതുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണോ. ഞാൻ ചോദിച്ചു എന്തിനാണ് ഉമ്മ ദുആ ചെയ്യുന്നത്. ഉമ്മ പറയുന്നു, മോനെ എന്താണെന്നറിയണോ, എന്റെ മോന് വിദേശ രാജ്യത്താ ജോലി ചെയ്യുന്നത്. ശമ്പളമൊക്കെ ഉണ്ട്, എത്രയും ശമ്പളമുണ്ട്. ശമ്പളമില്ല, മാസാമാസം വീട്ടിലേക്ക് അയക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും ശമ്പളം വേണല്ലോ, ഓരോന്നിനും പണം വേണല്ലോ. ഇങ്ങനെ ജീവിതത്തില് ഒന്നും അറുതിയില്ലാതെ, പൊറുതിയില്ലാതെ, നൊമ്പരമില്ലാതെ, വിഷമങ്ങളില്ലാതെ, ടെൻഷനുകളില്ലാതെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയതാ. പക്ഷേ ഈ മാസം അവൻ പണം അയച്ചില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ മോനെ എന്തോ ഒരു പേപ്പർ ന്റെ പേരില് ജയിലിന്റെ അകത്തളങ്ങളിലേക്ക് അടച്ചിടുകയാ. അതുകൊണ്ട് ഉസ്താദേ, ഇത് നൊമ്പരമാ, എനിക്ക് വല്ലാത്ത വിഷമമാ. ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആ സഹോദരൻ വിദേശ രാജ്യത്ത് കടന്നു ചെന്നിട്ട് അവിടുന്ന് പണിയെടുത്തിട്ട് പണമേക്കണമെന്നാലേ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തേടുമ്പോഴോ ഇവൻ അയച്ചുള്ള പണമെടുത്തിട്ടാ നബിതങ്ങൾ പറഞ്ഞു, അറിവുണ്ടായിട്ട് അതേസമയം പ്രവർത്തിക്കാത്ത ആള് അക്ഷരാവൻസഭയില് സ്വർഗത്തിലേക്ക് പോകൂല. നരകത്തിലേക്ക് പോയാലോ അവന്റെ തലയിങ്ങനെ പതക്കുന്നതാണ്. ആലോചിച്ച് നോക്ക്, ഈ തല ഇങ്ങനെ കത്തിയിട്ട് ട്രെയിനെല്ലാം കൂടിയിട്ട് ഭയങ്കര കിതപ്പും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ തലയിങ്ങനെ തളയ്ക്കി വെത്തു. നമ്മുടെ ശരീരം അങ്ങനെ ഉരുകി ഇല്ലാതെയാകും, പിന്നെ അങ്ങ് പടക്കും, പിന്നെയും ഇല്ലാതെയാകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ മുന്നോട്ട് പോകും. ആലോചിച്ച് നോക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് അറിവുണ്ടായിട്ട് നമ്മൾ അതേക്രമം നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നന്മയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ രക്ഷയാണ്. അതെന്റെ സവിധത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തില് സ്വഹാബാ കിറാം ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്, സദാക്കൾ ഇങ്ങനെ കൂടിയിരിക്കുകയാ. നബി തങ്ങൾ ചോദിച്ചു, ഇന്നാരാ രോഗിയെ
നിന്ന് എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആരാ രോഗിയെ സന്ദർശിച്ചത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ അതാ ഒരാൾ കൈബന്ധിച്ചിരിക്കുന്നു. ആരാ? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് നബിയുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹനിധിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൈബന്ധിക്കുകയാണ്. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബ ഇന്നാരാ ദാനധർമ്മം നൽകിയതാരാ? എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ പിന്നെയും ഒരാളതാ കൈബന്ധിക്കുകയാ. ആരാ? ഇത് അബൂബക്കറാ. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നാരാ നോമ്പനുഷ്ഠിച്ചത്? ഇന്നാരാണ് വ്രതമനുഷ്ഠിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഖാക്കളുടെ ഇടയിൽ നിന്ന് ഒരാൾ പിന്നെയും കൈവക്കുന്നു. അതും അബൂബക്കറാണ്. അത്രയോ അധികം ജീവിതം അല്ലാഹുവിലേക്ക് ചേർത്ത് വെച്ച ആത്മീയതയുടെ വല്ലരികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ജീവിതമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ നന്മ അബൂബക്കറിനോടൊപ്പം വരില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സന്ദർശിക്കോ, വ്രതമനുഷ്ഠിക്കോ, ദാനധർമ്മങ്ങൾ നൽകോ, ഇങ്ങനെ ഒരു നന്മയോട് കൂടെയുള്ള ജീവിതമായിരുന്നു നമ്മുടെ പൂർവികർ കാണിച്ചെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പോവണ്ടയോ സഹോദരാ പരലോകത്തെങ്ങും പാർക്കുവാൻ? പോകും വഴിക്കുള്ള ഭക്ഷണമോ പൊതിയിൽ നിറക്കൂ വീക്ഷണോ? അതൻ മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവോ നിനക്കില്ലേ? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയോ ചെയ്തതത്ഭുതമല്ലേ? മേടക്ക് പകരോ മാളമാ സുബ്ഹാനാ, തനിച്ചേകനായി കിടക്കേണ്ടതാണ് സമാനാ. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം ബഹുശരാ, അകത്തുള്ളതെല്ലാം അന്നു തള്ളു മഖ്ബറ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. സയ്യിദുൽ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒളിക്കുന്നതായിരോ കണ്ണുകൾ ക്ഷണം തന്നെ. രക്ഷപ്പെടേണ്ടത് ഖബറിലാ, പരലോകത്താ. അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങളെല്ലാം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്കുള്ള ഒരു യാത്ര കടന്നു വരാനുണ്ട്. ആ യാത്ര കടന്നു വരാനുണ്ട് എന്നുള്ളൊരു ബോധം മനസ്സകത്ത് കടന്നു വരണേ. ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് വീരന്റെ വാക്കുകൾ വിരാമം കുറിക്കാം. ഹിംസിലേക്കൊരു ഗവർണർ ആവശ്യമുണ്ട്. ഹിംസിലേക്ക് ഒരു ഗവർണർ ആവശ്യമുണ്ട്. ഈ അടുത്ത് ഇന്ത്യയുടെ ഗവർണറായിട്ട് ആരെ തെരഞ്ഞെടുത്ത്? ആരായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും ഗവർണർമാരുണ്ടായിരുന്നു. എന്നാൽ ഹിംസിലെ ഗവർണറായിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടി കെട്ടി നിൽക്കുകയാണ്. ഹിംസിലേക്ക് ഒരു ഗവർണർ അയക്കും. ആ ഗവർണറുടെ ന്യൂനതകളും അതിലെ ഓരോ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട്
പ്രശ്നങ്ങളാണ്, ഇന്ന ന്യൂനതകളാണ്. ഓരോ ആളുകളെയും വിളിച്ച് അങ്ങോട്ട് അയച്ചു. പക്ഷേ ആരും തന്നെ ശരിയാകുന്നില്ല. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ന്യൂനതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വിളിച്ചു, തന്റെ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെല്ലാം യോഗ്യനായത് ഉമൈർ ബിൻ സഅദ്, ഉമൈറാണ് ഇതിന് പറ്റിയത്. അതുകൊണ്ട് ഉമൈർ അങ്ങ് പടർക്കളത്തില് അവിടുന്ന് പോരാടുന്നുണ്ട്. ഉമൈറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എന്റെ കത്തൊന്ന് നൽകണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയും അദ്ദേഹം ഇത് വായിക്കുകയും അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ വരില്ല, കാരണം ഇവിടെ ഞാൻ പോരാട്ടത്തിലാണ്. കാരണം കണ്ടില്ലേ, ഒരുപാട് ദേശങ്ങൾ അവിടെ എല്ലാം ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് ലാത്തയിലേക്കും കടന്നവരാ. ഞാൻ വരില്ല, കാരണം ഇവിടെ ഇസ്ലാമിന്റെ പ്രഭ അത് ഇവിടെ പരത്തേണ്ടതുണ്ട്. ലോകമങ്ങും പ്രഭ വരുത്തിയ പൂർവസൂരികളിൽപ്പെട്ട ഉമൈർ ബിൻ സഅദ് ഈ സഹോദരന്റെ ഉമൈറിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നു. ഉമൈർ പറഞ്ഞു, ഞാൻ ആ ഉമറിന്റെ അടുക്കിലേക്കില്ല, ഞാൻ മദീനയിലേക്കില്ല. പിന്നെ ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സെക്രട്ടറി നിർബന്ധം പിടിച്ചോ, ഉമർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമൈർ സമ്മതം മൂളിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമർ ബിൻ ഖത്താബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും യാ ഉമർ. വഅലൈക്കും അസ്സലാം പറഞ്ഞിട്ട് ഇതൊക്കെ വിശേഷം ഒക്കെ ചോദിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമൈറേ, നീ വേഗം ഹിംസിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഹിംസിലെ ഗവർണറുടെ സ്ഥാനം ഒളിഞ്ഞു കിടക്കുകയാണ്. ഒരു ഗവർണറെ വേണോ, അതുകൊണ്ട് ഹിംസിലേക്ക് പോകേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങള് നീർപ്പ് പൊട്ടിക്കൊണ്ട് ജീവിക്കുകയാണ്. നീ അങ്ങോട്ട് കടന്നു ചെല്ലണം, ഹിംസിലേക്ക് കടന്നു ചെല്ലണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ സഹോദരൻ പറഞ്ഞു, അല്ല ഉമറേ, ഞാൻ അതിന് യോഗ്യനല്ല. എത്രയോ ആളുകളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അവരെല്ലാം ഇതിന് യോഗ്യനാണ്. ഞാൻ അതിന് തയ്യാറാകില്ല, ഞാനില്ല എന്ന് പറഞ്ഞു. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, പറ്റില്ല, ചരിത്രം ഞാൻ ചുരുക്കട്ടെ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമൈർ, താങ്കളാണ് ഇതിന് യോഗ്യൻ. ഹിംസിലേക്ക് കെട്ടും പാണ്ഡവും എടുത്തിട്ട് കടന്നു ചെല്ലുകയാണ് ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഹിംസിലേക്ക് എത്തേണ്ട താമസോ ആവേശപൂർവ്വം ആനന്ദ തുണ്ടിലനായിട്ട് ഹിംസിലെ നിവാസികള് ഉമൈറിനെ സ്വീകരിക്കുകയാണ്. ആനന്ദം കളിയാടുന്നു, ആവേശം കളിയാടുന്നു. അങ്ങനെ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചു കൂട്ടുകയാണ് പ്രവേശ നിവാസികളെയും ഹിംസമ്മ ആ രാജ്യത്തെ എല്ലാ ആളുകളെയും കൂട്ടി വിളിച്ചു. എല്ലാവരോടും അച്ഛൻ്റെ പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ട് ഫസ്റ്റ് സലാമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉമൈർ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യം എന്തുണ്ടോ അതെന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ടൊന്ന് എന്നെ ഓർമ്മിപ്പിക്കണേ. എന്നിൽ നിന്ന് വല്ല ന്യൂനതയും ഉണ്ടായാൽ ഒന്ന് ഓർമ്മപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വല്ലാത്തൊരു പ്രഭാഷണം ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാഴ്ചവെക്കുകയാണ്. റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. മാസങ്ങൾ കഴിഞ്ഞോ, ദിവസങ്ങൾ കഴിഞ്ഞോ, ആഴ്ചകൾ കഴിഞ്ഞോ, എന്നിട്ടോ ഒന്നും തന്നെ തന്റെ ബൈത്തുൽ മാലിലേക്ക് സമ്പത്ത് കടന്നു വരുന്നില്ല. ഉമർ ബൈത്തുൽ മാലിലേക്ക് സമ്പത്ത് കടന്നു വരുന്നില്ല. ഉമർ ഇങ്ങനെ വിചാരിച്ചു, ഉമൈർ എവിടെയാണ് ഇത് കൊണ്ടുവെക്കുന്നത്, ഉമൈർ എവിടെയാണ് ഇത് വെക്കുന്നത്, എന്തെങ്കിലും ചെയ്യുന്നോ എന്ന് ഉമർ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഉമൈറിന്റെ ഭരണം ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ആർക്കും ന്യൂനതയില്ല, ആർക്കും പരാതികളില്ല, എല്ലാവർക്കും വേണ്ടത് ചെയ്തു ഉമൈർ. എന്നാൽ തന്റെ സവിധത്തിലുള്ള തന്റെ സെക്രട്ടറിയോട് അങ്ങോട്ട് ഒരു കത്തയക്കാൻ പറയുന്നു. ഉമൈർ പെട്ടെന്ന് തന്നെ ഉമറിന്റെ സവിധത്തിലേക്ക് വരണം. അങ്ങനെ ഉമൈർ റളിയല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ്, താങ്കൾ എന്തിനാ എന്നെ വിളിച്ചത്? താങ്കൾ
എന്തിനാണ് എന്നെ വിളിച്ചത്? താങ്കൾ എന്തിനാ എന്നെ വിളിച്ചത്? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മാറണോ എന്നൊക്കെ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളുടെ സമ്പത്തെ രാജ്യത്തെ വരുമാനം എവിടെ പോയി? അദ്ദേഹം പറഞ്ഞു, വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഹിംസ എന്ന രാജ്യം ഭരിക്കുന്നതിന് മുമ്പ്, ആ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ധനികരല്ലാത്ത, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റെല്ലാം അവരെല്ലാം വിളിച്ചു വരുത്തി അവരുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു. അവർക്ക് ഇങ്ങനെ മാസം മാസം ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ഇല്ലാതെ ആയതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമൈർ, താങ്കൾ നടന്നാണോ വന്നത്? അതെ ഉമറേ, ഞാൻ നടന്നുകൊണ്ടാണ് വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമൈറേ, താങ്കൾക്ക് ഗവൺമെന്റിന്റെ വാഹനമില്ലേ? ഇന്നത്തെ ബെൻസും അതുപോലെ തന്നെ ഗവൺമെന്റിലെ അധികാരികൾ ഓട്ടുന്ന BMW, ഇന്നോവയും പോലത്തെ അങ്ങനത്തെ വാഹനങ്ങളല്ലായിരുന്നു, ഒട്ടകങ്ങളായിരുന്നല്ലോ. മരുഭൂമിയിലൂടെ ഓരോ പാതയും താണ്ടി ഇങ്ങനെ വാഹനമായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ല ഉമൈറേ, താങ്കളുടെ ഗവൺമെന്റിന്റെ വാഹനമില്ലേ? ഇല്ല ഉമറേ, ഇല്ല. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, താങ്കളുടെ സമ്പത്ത് എവിടെ? ഇല്ല, എനിക്ക് സമ്പത്തില്ല. എന്റെ അടുക്കലുണ്ടായിരുന്ന ഈ പാത്രം ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിക്കാറ്. എന്റെ അടുക്കലുള്ള മറ്റൊരു പാത്രമില്ലേ, ഇതെടുത്തിട്ടാണ് വുളൂ ചെയ്യാറ്, ഇതെടുത്തിട്ടാണ് ഞാൻ കുളിക്കാറ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ഉമർ പറയുകയാണ്. തങ്ങളെ ഒരുപാട് ആർഭാടങ്ങൾ കൊണ്ട്, ആഭാസങ്ങൾ കൊണ്ട്, വീർപ്പുമുട്ടിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ സമ്പത്തെന്തെങ്ങനെ ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഈ ചരിത്രം പാഠമാ. ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമറേ, ഇനി ഞാൻ ഹിംസിലേക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തോ ഉമൈറേ, എന്തെങ്കിലും ഉണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു നേരം ആനന്ദത്തോടെ, ആവേശത്തോടെ എന്റെ കുടുംബത്തോടൊത്ത് ജീവിക്കാൻ, എന്റെ മക്കളോടൊത്ത് ജീവിക്കാൻ, എന്റെ ഭാര്യയോടൊത്ത് എനിക്കൊരു അവസരം തരണേ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ഉമൈറിനെ സമ്മതിച്ചു. ഉമൈറങ്ങനെ യാത്ര അയച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നുപോയി. ഒരുപാട് മാസം കഴിഞ്ഞു. ഉമൈറിന്റെ വിവരമൊന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. ഉമറിന്റെ അടുക്കലേക്ക് ഉമൈർ വന്നില്ല. തന്റെ അടുക്കലുണ്ടായിരുന്ന ഹാരിസിനെ വിളിച്ചിട്ട് അയക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ല ഹാരിസേ, കുറച്ച് ദീനാറുകൾ നിനക്ക് നൽകാം. പക്ഷേ അവിടെ ചെന്നിട്ട് ഉമൈറിന്റെ ജീവിതം ദാരിദ്ര്യമാണെങ്കിൽ ഈ ദീനാർ അങ്ങോട്ട് കൊടുക്കണേ, അങ്ങോട്ട് നൽകണേ എന്ന് ഹാരിസിനോട് പറയുന്നു. അതല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്നാല് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അങ്ങനെ ഹാരിസ് പാതകൾ ഇങ്ങനെ താണ്ടിയിട്ട് ഉമൈറിന്റെ ആ ഉമൈറിന്റെ ആ ദേശത്ത് എത്തുകയാണ്. ഉമൈറിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആരാന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം ഒക്കെ പറഞ്ഞിട്ട് ആരാന്ന് ചോദിച്ചപ്പോ ഹാരിസ് അവിടുന്ന് പറയുകയാണ്, ഹാരിസാണ്, ഉമറിന്റെ സവിധത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തെ ഞാൻ എന്തിനാ കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോ ഞാനൊരു വിരുന്നുകാരനെ പോലെ കടന്നു വന്നതാ. വിരുന്നുകാരനെ ക്ഷണിക്കണമല്ലോ. ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നാല് ഒരു ചായം കൊടുക്കൂല, ഒരു പലഹാരം കൊടുക്കാതെ നമ്മൾ വെറുതെ മടക്കി. നല്ല വേണ്ടത് അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ നൽകുക, ആകുന്ന വിധത്തിൽ ഒരു പച്ചവെള്ളമെങ്കിലും കൊടുക്കണം. അതൊരു മര്യാദ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉമേറിന്റെ അതിഥിയായി കടന്നു വന്ന ഹാരിസിന് രാത്രിയിൽ അതാ ഒരു റൊട്ടിക്കഷ്ണം കൊടുക്കുകയാണ്. ഹാരിസിന് സന്തോഷമായി റൊട്ടിക്കഷ്ണം കഴിച്ചു. പക്ഷെ ഉമേർ കഴിക്കുന്നത് കണ്ടില്ല. രണ്ടാമത്തെ ദിവസവുമായി അങ്ങനെ ഉമേർ പിന്നെ ഹാരിസിന് പിന്നെയും ഇതുപോലെ തന്നെ പത്തിരി നൽകി. ഉമേർ അവിടുന്ന് കഴിക്കുന്നത് കണ്ടില്ല. മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ പിന്നിട്ടു. മൂന്നാമത്തെ ദിവസവും അങ്ങനെ നാലാമത്തെ ദിവസം അതാ പുറത്തിറങ്ങുകയാണ് ഹാരിസ്. തന്റെ ബൈക്കിലതാ, തന്റെ പുറകിലതാ ആരോ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കടന്നു വന്നിട്ട് ഹാരിസിനോട് പറയുകയാണ്, ഹാരിസേ, തങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ കാരണം എന്താണെന്നറിയണോ? അദ്ദേഹം ജീവിക്കുന്നത് ഒരു ബാർലിയുടെ ഹുബ്സ് കൊണ്ട്, ഒരു പത്തിരി കഷ്ണം കൊണ്ടാണ് അവിടുന്ന് ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് എപ്പോഴും തരുന്നു. 3 ദിവസം നിങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. ഞാൻ നൽകും നിങ്ങൾക്ക് ഭക്ഷണം, ഞാൻ നിങ്ങൾക്ക് നൽകും പരിചരണം. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നോ. പക്ഷെ ഉമേറിനെ നീ കഷ്ടപ്പെടുത്തല്ലേ എന്ന് ഹാരിസിനോട് അവിടുന്ന് പറയുകയാണ്. അങ്ങനെ ഹാരിസ് ചെന്നു ഉമർ പറഞ്ഞു, ഞാൻ പോവാണ്. ഉമർ പറഞ്ഞു, എന്തേ താങ്കൾ പോകുന്നത്? ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും പറയോ, താങ്കളെ ഇനി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഉമേർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നല്ല, ഹാരിസേ, എന്ത് ബുദ്ധിമുട്ടാണ്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ കടന്നു പോവുകയാ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഹാരിസ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എങ്ങനെ കൊടുക്കും ദീനാറ്? ഉമർ റളിയല്ലാഹു അൻഹു തന്നു വിട്ടതല്ലേ ഈ ദീനാറ്, ഞാൻ എങ്ങനെ കൊടുക്കും ഉമേറിന്? ആലോചിച്ച് ഇങ്ങനെ തലയിങ്ങനെ പുകയുകയാണ്. ഇങ്ങനെ ദീനാറ് പോകുന്ന വഴിയിൽ ഉമേറിന് കൊടുത്തു. ഇത് ഉമർ തന്നു വിട്ടതാണ്, സ്വീകരിക്കാൻ പറ്റൂല, സ്വീകരിക്കണം. ഉമേർ പറഞ്ഞു, അല്ല ഹാരിസ്, ഇതൊന്നും വേണ്ട, എനിക്ക് വേണ്ട. എന്റെ ജീവിതത്തിന് പണമൊന്നും വേണ്ട, എന്റെ ജീവിതത്തിന് സമ്പത്തൊന്നും വേണ്ട, എന്റെ ജീവിതത്തിന് പൈസയൊന്നും വേണ്ട, ഈ കാശൊന്നും വേണ്ട എന്ന് ഉമേർ റളിയല്ലാഹു തആല ഹാരിസിനോട് പറയുകയാണ്. ഇത് കണ്ട ഭാര്യ അവിടുന്ന് പറയുന്നു, അതിങ്ങ് വാങ്ങിക്കോളേ. ഉമേർ പറഞ്ഞു, വേണ്ട, എന്തിനാ നമുക്ക് ഈ പണം? എന്തിനാ ഈ ദിനാറുകൾ ഉണ്ടായിട്ടല്ല നമ്മൾ ഇത്ര കാലം ജീവിച്ചു. വേണ്ടത് അല്ലാഹു നൽകിയിട്ട് വേണ്ട. ഇതെല്ലാം അല്ലാഹു അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അതെന്തേ? അവരുടെ ആത്മീയത, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മ, അവർ ചെയ്തു കൂട്ടിയ ഒരുപാട് സൽക്രമങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യമുണ്ടായിട്ട് അവരൊന്നും അറിയാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു പണത്തെ കുറിച്ചിട്ടോ സമ്പത്തെ കുറിച്ചിട്ടോ ഒരു ആർത്തി അവിടുന്ന് ഉണ്ടാകൂല. കാരണം റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാ അവരുടെ മനസ്സിലുള്ളത്. ഭാര്യ പറഞ്ഞിട്ടും ഉമേർ കേട്ടില്ല. ഭാര്യ പറഞ്ഞിട്ട് ഉമേർ ദീനാറുകൾ വാങ്ങുന്നു. ഹാരിസ് തന്റെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തായി ഹാരിസേ? അവിടുന്ന് പറയുന്നു, ഉമർ എന്താന്നറിയണോ, ഞാനങ്ങനെ ചെന്നതാ, ദാരിദ്ര്യമാ, ഒരു നേരത്തെ ഒരു റൊട്ടിക്കട്ടം മാത്രമാ കഴിക്കുന്നത്, ഒരു നേരത്തെ ഒരു ഭക്ഷണമാ കഴിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമില്ല. വളരെ കഷ്ടപ്പാടോടുകൂടെ ജീവിക്കുകയാണ് ദീനാറുകളുടെ വിടെ. ഉമർ തങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഞാനിങ്ങനെ കൊടുത്തു, പക്ഷെ കൂട്ടാക്കിയില്ല, അദ്ദേഹം വാങ്ങാൻ കൂടിയില്ല. ഭാര്യ പറഞ്ഞ ആ പൈസ അങ്ങനെ വാങ്ങുകയാ. എനിക്ക് തോന്നുന്നില്ല ഉമർ തങ്ങളെ അദ്ദേഹം അതുകൊണ്ട് ജീവിക്കുമോ എന്ന്. ആലോചിച്ച് നോക്ക്. ഉമർ തന്റെ ഈ പണം കൊണ്ട് തന്റെ നാട്ടിലെ ഒരു രാവിലെ എഴുന്നേറ്റിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയേ.
ദരിദ്രയായ ആളുകൾ എവിടെയുണ്ട് അവിടെയൊക്കെ സഹായിച്ചു. ഒരു ദിനാറ് പോലും വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. ആയിരുന്നു നമ്മുടെ പൂർവ്വസൂരികൾ, അതായിരുന്നു നമ്മുടെ മഹാൻ. ഇത് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പൊട്ടിപ്പോയി. പിന്നെ ഉമൈറിനെ വിളിച്ചു, ഉമൈറിനോട് ചോദിച്ചു, സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്തത്? ഉമൈർ പറയുന്നു, ഇല്ല ഉമറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ദീനാർ പോലും വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വേണ്ട ആളുകൾക്ക്, എന്നേക്കാൾ പാവപ്പെട്ട ആളുകളെ ഞാൻ സഹായിച്ചത്, അതല്ലാതെ ഞാനൊന്നും എടുത്തിട്ടില്ല. ആത്മീയമായ വല്ലരികള്, ആത്മീയമായ അനുഭൂതി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കേട്ടിട്ട് ഉമറിന്റെ കൽപ്പറഞ്ഞു നടക്കുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗവും നരകവും സന്ദർശിക്കാൻ പോയപ്പോൾ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് അത് പെങ്ങളെയാ, അത് ഉമ്മയെയാ, അത് സ്ത്രീയെയാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഇവിടെ കൂടിയിരിക്കുന്ന പുളിക്കൽ എന്ന ഗ്രാമത്ത്, LP സ്ട്രീറ്റ് എന്ന ഈ ദേശത്ത് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. എന്റെ പെങ്ങളെ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. എന്റെ ഉപ്പ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ചാരത്ത്, എന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വരുന്ന എത്രയോ വിഭാഗങ്ങളുണ്ട്. ഒരു വിഭാഗം എന്റെ അടുത്തേക്ക് വരും. അവരായിരിക്കും എന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടന്നു വരുന്ന അവരായിരിക്കും. ആരാണ്? മുത്തുനബി പറയുകയാണ് സഖാക്കളോട്, അവിടുത്തെ സ്വഹാബാ കിറാമിനോട്, സ്വഹാബാ, എന്റെ അടുക്കിലേക്ക്, എന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് ഇവനും ഏടനും വരെയുള്ള എത്രയോ നീളമുള്ള, ഒന്നും കൂടി ഒതുക്കി പറഞ്ഞാൽ ഉദാഹരണമാണ് കേട്ടോ. ഉദാഹരണം ഇതിനേക്കാൾ വലുപ്പുണ്ടാവും, ഇതിനേക്കാൾ വിശാലതയുണ്ടാവും. ഒരു ഉദാഹരണം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നീളവും വ്യാപ്തിയുമുള്ള എന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് കടന്നു വരില്ലേ, നക്ഷത്രങ്ങളെക്കാൾ, താരാപഥങ്ങളെക്കാൾ പാട്ടുകളില്ല, ഓരോ പാനപാത്രങ്ങളില്ല. ആ പാത്രത്തിൽ നിന്ന് ആദ്യം മുക്കിയിട്ട് തന്റെ വായിലേക്ക് സുന്ദരമായി മധുരതിയാൽ ഒഴിക്കുന്ന ആളുകൾ ഒരു വിഭാഗക്കാരാ. അവരാരാ? അവർ മുഹാജിറുകളാ, പാവപ്പെട്ടവരാ. നബിയേ, അവരെ, ആ വിഭാഗക്കാരെ താങ്കൾ എങ്ങനെയാ പ്രത്യേകം തിരിച്ചറിയുക? ഒരു പാവപ്പെട്ടവരായിരിക്കും. സ്വഹാബാഗ്രാൻ ചോദിച്ചു, അല്ല നബിയെ, എല്ലാ വിഭാഗവും ഉണ്ടാകും. യശനി പറഞ്ഞവരുണ്ടാകും, പ്രദൂഷണം പറഞ്ഞവനുണ്ടാകും, കള്ളു കുടിച്ചവനുണ്ടാകും, അത് വ്യഭിചാരം ചെയ്തവനുണ്ടാകും. ഒരുപാട് വിഭാഗക്കാരുണ്ടാകുമല്ലോ നബിയെ. ഈ വിഭാഗത്തെ ആദ്യം നബിയെ, അങ്ങയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് അങ്ങയുടെ ഹൗദുൽ കൗസർ കുടിക്കുന്ന ആൾ ആരാ? ആ വിഭാഗത്തെ എങ്ങനെ തിരിച്ചറിയും? സഫായ നബി തങ്ങൾ പറയുന്നു, അവരെ ഞാൻ തിരിച്ചറിയും. അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരെയാണ്, അവരുടെ മുടി കീറിപ്പറഞ്ഞതാണ്, താടിയെല്ലാം കീറിപ്പറഞ്ഞിട്ടാണ്, അഴുക്കുള്ള വസ്ത്രം ഇട്ടിട്ടാണ് കടന്നു വരിക. അവരെ ഞാൻ പ്രത്യേകം അറിയോ. ആ ഇടയിൽ നിന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ്, വലിയ രാജാവായിരുന്നു, ദിനകനായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞു, നബിയേ, ഇനി ഞാൻ എന്റെ മുടി കീറിപ്പറഞ്ഞിട്ടല്ലാതെ ഞാൻ എന്റെ മുടിയിൽ എണ്ണ തേക്കില്ല. എന്റെ വസ്ത്രം അഴുക്ക് പറ്റിയാൽ ഞാൻ അലക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ പറയുകയാണ് ഈ വിഭാഗക്കാരാ എന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് കടന്നു വരിക. വലിയ പരിഗണന ഉണ്ടാകും. റസൂൽ ഇങ്ങനെ കോരിക്കൊടുക്കും. ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു സംസം
ഒരു ഹാജിയാർ ഉംറ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളത് വാങ്ങി ഒരു സ്വല്പമാണെങ്കിലും നമുക്കത് ഒരു ബർക്കത്താണ്. പാലിനേക്കാളും വെള്ള നിറമുള്ള തേനിനേക്കാളും മധുര നിറമുള്ള ആ പാനീയം നമ്മൾ കുടിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പാനീയം കുടിക്കാൻ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ ഒരു കൂട്ടർക്ക് എൻ്റെ ഹൗലുൽ കൗസർ കൊടുക്കില്ല. അവര് വരോ എന്നിട്ട് ഹൗലുൽ കൗസർ മുക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുമ്പോ അല്ലാഹു ഒരു മറ സൃഷ്ടിക്കും. ആ മറ സൃഷ്ടിച്ചാൽ പിന്നെ അങ്ങോട്ടും കടക്കാൻ പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബ്ബിനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെൻ്റെ ഉമ്മത്തല്ലേ, അവരെങ്ങ് പറഞ്ഞു വിട്ടൂടെ, അവരെൻ്റെ അനുയായികളല്ലേ, അവരെങ്ങ് പറഞ്ഞു വിട്ടൂടെ എന്ന് റബ്ബിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബിയേ അങ്ങയുടെ കാലശേഷം തന്റെ ദേശത്ത് തന്റെ സമൂഹത്തില് ഭിന്നിപ്പ് ഉണ്ടാക്കിയവര് എന്തിനാ പ്രിയപ്പെട്ടവരെ? ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ മതമാണെന്ന് ഇസ്ലാമെന്ന് പറയുമ്പോ പലരും പറയുമ്പോ നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പടപ്പാട്ട് പാടുന്ന പദമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അതിന് മറ്റുള്ളവരോട് സ്നേഹത്തോട് കൂടെ പെരുമാറണോ? മറ്റുള്ളവരോട് നമുക്ക് കാണിച്ചു കൊടുക്കണോ? അല്ലാഹു പറയുന്നു, തന്റെ സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കിയ ആളില്ലേ, ഇങ്ങനൊന്നും ചെയ്യൂല. ഒരാളെ കണ്ടാൽ, ഒരു മുഅ്മിനെ കണ്ടാൽ സലാം പറയൂല, ഒരു നന്മയേ ഇല്ല, ഒരു മുസ്ലിം ആണെന്ന് പോലും പറയില്ല. കുറെ പേരും സത്താറും ഗഫൂറും ആമിനയും ഫാത്തിമയും ഹദീജയും ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഒരുപാട് തട്ടമിട്ടിട്ട് കാര്യമില്ല പെണ്ണ്. ഹൃദയത്തിൽ അല്പമെങ്കിലും ആത്മീയത, ഇഖ്ലാസ്, തഖ്വ അത് നമ്മൾ കൊണ്ടുവന്നാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് ഫർദ ഇട്ടിട്ടോ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മളിങ്ങനെ കറങ്ങും. പക്ഷെ നമ്മുടെ ഉള്ളു പൊള്ളയായിരിക്കും, ഹൃദയത്തിൽ നന്മ ഉണ്ടാകൂല. സമൂഹത്തെ നശിപ്പിക്കുന്നു, സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാകുന്നു. അവരിങ്ങനെ കടന്നു വരികയാണ്. ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹു മറയിടുകയാണ്. അങ്ങോട്ട് കടക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുമത്രേ, ദൂരെ പോകൂ, എന്റെ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് വരിക തന്നെ വേണ്ട. തങ്ങള് പഠിപ്പിക്കുകയാണ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഖ്ലിൽ ബദീരി യാ അല്ലാഹ്. നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് പെടാൻ പാടില്ല. റസൂലിന്റെ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇതിനെല്ലാം ഒരു കൺട്രോൾ, ജീവിതത്തിലൊരു കൺട്രോൾ, നമ്മളൊരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിന് വേണം. നമ്മുടെ ജീവിതത്തിന് വേണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബോധം ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ജീവിക്കണം. എല്ലാവരോടും സ്നേഹം പറയണം, എല്ലാവരോടും സൗഹൃദത്തോടു കൂടി നമ്മൾ പെരുമാറണം. പണ്ടൊക്കെ ഇവിടെ ഇന്ത്യ മഹാരാജ്യം സൗഹൃദത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പടപ്പാട്ട് പാടിയിരുന്നു. ഷൗക്കത്ത് അലി ജിന്നയെ പോലാത്ത, മുഹമ്മദ് അലി ജിന്നയെ പോലാത്ത ഒരുപാട് ആളുകള് ഈ ഇന്ത്യ മഹാരാജ്യം ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയപ്പോ ഇവിടെ പാർസി ഉണ്ടായിരുന്നു, സിഖ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബുദ്ധമതം ഉണ്ടായിരുന്നു, ഹൈന്ദവരുണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. എല്ലാവരും തോളോട് തോളി ചേർന്നിരുന്ന ഇന്ത്യ ഇവിടെ മുസ്ലിങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളും പറഞ്ഞുകൊണ്ട് ഒച്ചയിട്ടുകൊണ്ട് നടക്കുന്നവരോട് നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ മതമാണ്, സ്വാതന്ത്ര്യത്തിന്റെ മതമാണ് ഇസ്ലാമെന്ന് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അവർക്ക് തോന്നണം ഈ മതം നല്ലൊരു മതമാണ്, ഈ മതം നല്ലൊരു ശാന്തതയുടെ കുളിരേകുന്ന മനസ്സിൻ്റെക്ക് നല്ല മധുരിക്കുന്ന മോഹങ്ങളും അതുപോലെ
അതുപോലെ തന്നെ അഭിലാഷങ്ങളും നൽകുന്ന മതമാണെന്ന് ഒരു ബോധം അവരിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് മുഅ്മിനീങ്ങളായ നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയത കൊണ്ടുവരണം, നന്മ നമ്മൾ കൊണ്ടുവരണം, സകാത്ത് നമ്മൾ യഥാക്രമം നമ്മൾ കൊടുക്കണം. റബ്ബുൽ ഇസ്സത്ത് അതിന്റെ തൗഫീഖ് നൽകട്ടെ.